ആദ്യം ഞാൻ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ പോകാനാണ് നിന്നത്. പിന്നെ ഞാൻ ജോർജിയ ചൂസ് ചെയ്തു. 3 ഏജൻസീസിൽ പ്രത്യേകത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം നോക്കി വന്നപ്പോൾ ഞാനിപ്പോൾ ISAയിലാണ് വന്ന് ചേർന്നത്. ഒരു 2-3 മന്ത്സിൽ എൻ്റെ പ്രോസസ്സൊക്കെ വേഗം നടന്നു. ജോർജിയയിലെ ബാത്തും യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഭരത്തിന്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഭരത്. ഞാൻ ഫസ്റ്റ് ഇയറിൽ മാം പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ഇയർ MBBSൽ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ പോയിട്ട് ഏകദേശം ഒരു 1 ഇയറിൻ്റെ അടുത്തായി. ഇപ്പോൾ നാട്ടിൽ ഞാൻ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ആദ്യം ഞാൻ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ പോകാനാണ് നിന്നത്. പിന്നെ ഞാൻ ജോർജിയ ചൂസ് ചെയ്തു. ജോർജിയ കുറച്ചുകൂടി നമുക്ക് അടുത്താണ്. ആ ഒരു കാരണം കൊണ്ട് ജോർജിയ ചൂസ് ചെയ്യാൻ കാരണം, പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ എനിക്ക് ഇന്റർനാഷണലിൽ പോയി പഠിക്കാനായിട്ടായാലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണത് എനിക്ക് ജോർജിയയെ ഫീൽ ചെയ്തു. അടുത്തുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് നമുക്ക് ആക്സസിബിൾ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോവും വരും ചെയ്യാന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ ജോർജിയ ചൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറേ കൺസൾട്ട് ചെയ്തിരുന്നു, കുറേ ഏജൻസീസിൽ. ലൈക്ക് 3 ഏജൻസീസിൽ പ്രത്യേകത്തിൽ ഞാൻ ചോദിച്ചിരുന്നു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അവസാനം നോക്കി വന്നപ്പോൾ ഞാനിപ്പോൾ ISAയിലാണ് വന്ന് ചേർന്നത്. ഒരു 2-3 മന്ത്സിൽ എൻ്റെ പ്രോസസ്സൊക്കെ വേഗം നടന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏജൻസിയുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ 3 മന്ത്സ് എന്ന് പറഞ്ഞാൽ വിസ പ്രോസസ്സിന് വേറെ കുട്ടികൾക്കൊക്കെ ഞാൻ വേറെ അവിടെ ചെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുറേ കുട്ടികൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. 3-4 മന്ത്സിലധികം എടുത്തു. കുറേ കുട്ടികൾ 1 കൊല്ലം വെയിറ്റ് ചെയ്തവർ വരെ ഉണ്ട്. എനിക്ക് ഞാൻ ലാസ്റ്റ് മിനിറ്റിലായിട്ട് പോലും എനിക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൈക്ക് വേഗം തന്നെ എനിക്ക് എല്ലാം വിസയൊക്കെ കിട്ടി, ഡോക്യുമെന്റേഷനൊക്കെ കിട്ടി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ TSML യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന സെയിം ടീച്ചേഴ്സ് അവർ ആ ഒരു സബ്ജക്ട് TBLISയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരും. അപ്പോൾ ആ സബ്ജക്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എടുക്കും.